ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഒരു ചെറിയൊരു വ്ലോഗ് ആയിട്ടാണ്. കവർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതെ, എന്താന്നുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ കുറച്ച് തിങ്സ് നമ്മുടെ വരാൻ പോകുന്ന ബേബിക്ക് വേണ്ടിട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി വന്നല്ലേ. അപ്പൊ അത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കുറച്ച് പേർക്കൊക്കെ അല്ലെ, നമ്മളെ പോലെ തന്നെ കുറെ പേർക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് തന്നെയാണ്. ബട്ട് അങ്ങനെയല്ല, എന്നാലും നമ്മള് കുറെ സാധനങ്ങൾ വിട്ടു പോകില്ല. നമ്മൾ കുറെ എന്തൊക്കെയാണ് എന്തെങ്കിലും മിസ്സിംഗ് ആയിട്ടോ ഇങ്ങനെ സെർച്ച് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിട്ട് വന്നാണ് കേട്ടോ. പിന്നെന്താണ്, അപ്പൊ നമുക്ക് കാണാം എന്തൊക്കെയാണ് നമ്മള് വാങ്ങിയ തിങ്സ് എന്ന് അല്ലെ. പിന്നെ ടൈം ഉണ്ട്, പക്ഷെ നേരത്തെ വാങ്ങി വെച്ചതേ ഉള്ളൂ. കാരണം ഹറിബറി ആയിട്ട് പിന്നെ അങ്ങനെ ഓടണ്ടല്ലോ. ഇനി എന്തെങ്കിലും മിസ്സിംഗ് ആണെങ്കിൽ നമുക്ക് അന്നേരം നോക്കാം. ഓക്കെ, നമുക്ക് കാണാം. അപ്പൊ എന്റെ ബേബിന്റെ പേരെന്താണ്? യുവിക. ചുരുട്ടാൻ പാടില്ല. എന്താ കുഞ്ഞോസേ അത്? ഇത് നമ്മുടെ ഷീറ്റ് ആണ്. ഓക്കെ, ഷീറ്റ്സ് നമ്മള് സ്മോൾ ഷീറ്റ്സ് നമ്മുടെ തൊട്ടിലും പിന്നെ ബെഡിലൊക്കെ ഇടാം. പക്ഷെ സ്മോൾ ഷീറ്റ്സ് കുറച്ചെണ്ണം വാങ്ങിയിട്ടുണ്ട്. പിന്നെ എന്താണ്, പിന്നെ നമ്മുടെ ഡ്രസ് അൺബോക്സ് ചെയ്യുന്നുള്ളൂ. നമ്മളിപ്പോഴാണ് ജസ്റ്റ് ഓപ്പൺ ചെയ്ത്. ഓക്കെ, 0 to 1 month. ഓക്കെ, കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രമാണ് ഇപ്പൊ ഒരു സെറ്റ് ആണല്ലേ വരുന്നത്. ഒരു സെറ്റ് ആയിട്ട് വരണം, ആവശ്യത്തിനുള്ളത് മാത്രം. പിന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആണ്, നല്ല സോഫ്റ്റ് അത്, നല്ല സോഫ്റ്റ്. അപ്പൊ നമ്മള് കൊറേയൊക്കെ ഫസ്റ്റ് ക്രൈന്ന് വാങ്ങി. പിന്നെ വേറൊരു കിഡ്സിന്റെ ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെ നിന്ന് വാങ്ങി. ഇതാ ട്രൗസേഴ്സ്. നമ്മൾ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞത് നമ്മള് വിചാരിച്ചത് വാങ്ങിയിട്ടില്ല, അന്ന് എല്ലാം കൂടി നല്ല സോഫ്റ്റ് ആണ് കേട്ടത്, നല്ല സോഫ്റ്റ്. ഒന്നും ഓൺലൈനിൽ നിന്ന് വാങ്ങിയില്ല ബേബിന്റെ പ്രോഡക്ട്സ് ഒന്നും. നേരിട്ട് ചെന്ന് ഷോപ്പിൽ ചെന്ന് നോക്കിയിട്ട് വാങ്ങാന്ന് വിചാരിച്ചിട്ടെ. ഇതൊക്കെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഇത് കിട്ടി. ഇത് മിറ്റൻസ് ആണ്. കാണിച്ചു കൊടുക്കട്ടെ. കുഞ്ഞു ക്യാപ്പും പിന്നെ സോക്സ്, ഗ്ലൗസ്, സോക്സ്, ക്യാപ്പ്. അത് നമുക്ക് എന്തിനുള്ളതാ? സോപ്പൊക്കെ വെക്കാൻ വേണ്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് യൂസ് ചെയ്യുന്നില്ല. ഇവിടെ ത്രില്ഡ് ആയിട്ട് നിൽക്കാണ് ഹേവുനാണ് ത്രില്ല്. എല്ലാ ഇവിടെ പോപ്പീസ് അങ്ങനെ എല്ലാ ബ്രാൻഡിന്റെയും ഷോപ്പിൽ ഇവിടെ ഉള്ളത് ഫസ്റ്റ് ക്രൈ ആണ് അല്ലെ. എല്ലായിടത്തും എല്ലായിടത്തും ഫസ്റ്റ് ക്രൈ ആണല്ലോ. അപ്പൊ അവിടെ നമുക്ക് കിട്ടുന്ന തിങ്സ് വാങ്ങി കിട്ടാത്ത ഇതാണ് കേട്ടോ. അത് പിന്നെ ഇങ്ങനത്തെ കുറച്ച് ഡ്രസ്സ് കൂടി വാങ്ങി. ഇവിടെ കെട്ടുന്ന ടൈപ്പ് അല്ലെങ്കിൽ പിന്നെ അത് ഇത് ആവശ്യമാണല്ലോ നമുക്ക്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എടുക്കാൻ വേണ്ടിട്ട് ഹോസ്പിറ്റൽ ഇതാണ് കുറച്ചുകൂടി ഈസി. അപ്പൊ ഇത് നല്ല സോഫ്റ്റ് ആണ്. ഇത് വേറെ ഷോപ്പ് നിന്ന് വാങ്ങിയതാണ്, കിഡ്സിന്റെ തന്നെ വേറെ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടുന്ന് ഒരു കുറച്ചെണ്ണം 1 2 3 4 അങ്ങനെ കുറച്ചെണ്ണം ഉണ്ട് ഇതും. അപ്പൊ ഈ 2 സെറ്റാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എടുക്കുന്നത്. ഇത് നമ്മള് ക്ലോത്തിന് പകരം നമ്മള് കോട്ടൺ ഒക്കെ വെക്കും അല്ലെ. അപ്പൊ അതിന് പകരം നമുക്ക് ഇപ്പൊ റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്നതല്ലേ ഇത്. അപ്പൊ ഇതാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ എന്ന് തോന്നിയതുകൊണ്ട് ഇത് 1 2 3 4 5 6 ഉണ്ട് ഇതില്. പിന്നെ വേറെയും ഉണ്ട്, അതില് പാഡ് വരുന്ന ടൈപ്പ് നമ്മൾ വേറെയും വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതില് പാഡൊന്നും ഇല്ല കേട്ടോ, ഇത് ജസ്റ്റ് നോർമൽ ടൈപ്പ് അല്ലെ. ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഇത് വെക്കാം, പാഡ് വെക്കാം. ഓക്കെ, പക്ഷെ ക്ലോത്തിന് വേറെ എനിക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് ഇതാണ്. ഇത് വേറെ ഷീറ്റ് ഇവിടെ ഒരുപാടെണ്ണം വാങ്ങിയിട്ടുണ്ട്. ഇത് വേറൊരു ഷീറ്റ്, ഇതും ക്ലോത്ത് ആണ്. ഇത് വേറെ ഷീറ്റ് ഉണ്ട്, അതാ ഷീറ്റിന്റെ അടുത്ത പരിപാടി. ഇത് വേറൊരു ടൈപ്പ് ഷീറ്റ്. അത് സോഫ്റ്റ് ആണ്, അതാ ഹെവു പറഞ്ഞത്. ഇത് വളരെ സോഫ്റ്റ് ആണിത്, നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിന്. അപ്പൊ ഇതും വാങ്ങി. ഇത് വേറെ ഡ്രസ്സാണ്. ഇത് കുറച്ചുകൂടി ഇതാ ഇങ്ങനെ വരണേ ലെഹത്ത. ഇതില് ബട്ടൺ ഒക്കെ ഇട്ട് ഇങ്ങനെ ഇങ്ങനെ വരുന്ന ഡ്രസ്സ്. അപ്പൊ ഇതിന്റെ ഒരു 3-4 സെറ്റ് വാങ്ങിയിട്ടുണ്ട്. നല്ല രസമുണ്ട്. അതിന്റെ വേറൊരു വെറൈറ്റി. ഇതൊക്കെ നമ്മൾ അൺബോക്സിംഗ് ആണ്. ഇനി നമ്മള് നല്ല എന്താ പറയാ നന്നായിട്ടില്ലേ വാഷ് ഒക്കെ ചെയ്ത്. അതാ പിന്നെയുണ്ട് ഈ ഇതില് ഏകദേശം ഡയപ്പർ പോലെ തന്നെയാണ് ഇതും റെഡിമെയ്ഡ് ആയിട്ട്. പക്ഷെ ഇതിലൊരു പാഡ് വരുന്നുണ്ട്. അപ്പൊ ഒറ്റ പാഡിന്റെ അത് ഇതിനേക്കാളും തിക്ക് പാഡ് നമ്മൾ അവിടെ അധികം തിക്കല്ല. പക്ഷെ ഇതുണ്ട് പാഡ് ഉള്ളതുകൊണ്ട് കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും എന്തായാലും എന്ന് വിചാരിക്കാം. നമുക്ക് യൂസ് ചെയ്ത് നോക്കിയാലേ മനസ്സിലാവും.
അല്ലാണ്ട് റെഡിമെയ്ഡ് കുറെ വരുന്നുണ്ട്. പക്ഷെ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ചിലതൊന്നും അത്രയ്ക്ക് അവൾക്ക് ഉപയോഗിച്ചിട്ട് അത്ര ഷേപ്പ് നന്നായില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ അതിലേക്ക് പോവാം. അത് ഷീറ്റ് ഞാൻ പറഞ്ഞില്ലേ, ഷീറ്റിന്റെ കളിയാണ് ഇവിടെ. ഇത് നമ്മൾ അൺബോക്സ് ചെയ്തിട്ടില്ല മാൻ. ഇത് കുറച്ചുകൂടി ബിഗ് ഷീറ്റ്, ബേബി ഹഗ്. അത് കുറച്ചും കൂടെ ക്വാളിറ്റി കൂടുതലാണ് തോന്നുന്നു അല്ലേ? അത് നല്ലത്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഒരു 1 സെക്കൻഡ്, വലുതാണ് കേട്ടോ. ഞാനൊന്ന് ഇതൊരു നമുക്ക് ബെഡിലേക്ക് ഇടാൻ പറ്റുന്ന ആ ഒരു വലിപ്പം. നല്ല സോഫ്റ്റ് ആണ്, നല്ല ക്വാളിറ്റി. ഇത് ഫസ്റ്റ് ക്രൈന്ന് വാങ്ങിയതാണ്, നല്ലതാണ് കേട്ടോ. ഇത് ഇവിടെ പ്ലാസ്റ്റിക് കോട്ടിംഗ് അല്ലേ? പ്ലാസ്റ്റിക് വരുന്നുണ്ട്. ഇത് നല്ല യൂസ്ഫുൾ ആണ് അല്ലേ? നല്ല ഇതാണ്. പിന്നെ അടുത്തത് ഇതാണ്, അതും ഷീറ്റ് തന്നെയാണ്. ഇതും ഷീറ്റാണ്. ഇത് അവിടെ നിന്ന് തന്നെ വാങ്ങിയതാണ്. മണമില്ലാത്ത നോക്കിയാണ്. ചിലതിനൊക്കെ മണം ഉണ്ടാവില്ല. വേറെ സ്ഥലത്തൊക്കെ ചെന്ന് നോക്കിയപ്പോ ഒന്നും എടുത്തില്ല. അങ്ങനെ പ്ലാസ്റ്റിക്കിനൊക്കെ മണം. ഇതും അതുപോലെ നമുക്ക് ഫുൾ ആയിട്ട് നമ്മുടെ ബെഡിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന വളരെ സോഫ്റ്റ് ആണോ ഹേത്ത? സോഫ്റ്റ് ആണ്. കുട്ടികൾക്ക് ഉപയോഗിക്കുമ്പോ അതാണ് വളരെ 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 യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം. നമുക്ക് വളരെ വെറൈറ്റി ആയിട്ട് കിട്ടിയ സാധനം അല്ലേ? അതെന്താന്ന് അറിയാം, നമുക്ക് കുഞ്ഞിന്റെ ഫേവറേറ്റ് കളർ ബ്ലൂ. അതെ, അത് കറക്റ്റ് അളവിൽ കിട്ടി. റോക്കറ്റ് പോലെയോ? നോക്കട്ടെ, എന്താ റോക്കറ്റ്? എന്താണ് അത്? ഇതാണ് റോക്കറ്റ്. ഓക്കെ, ഞാൻ അൺബോക്സ് ചെയ്ത ഇതാണ് സാധനം. അത് കണ്ടു. നമുക്ക് കുഞ്ഞിന് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ അല്ലെങ്കിൽ ചെക്കപ്പ് ഒക്കെ ഉണ്ടാവൂലേ അല്ലെ? അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട്, ബേബിക്കും കംഫർട്ടബിൾ ആയിട്ട് കിടക്കാൻ പറ്റുന്ന അതിൽ ബേബിനെ വയ്ക്കും. ക്യാപ്പ് വരുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആണ്, തിന്നല്ലാതെ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ്. ഇത് വാഷബിൾ ആണ്. ഇതിനകത്ത് ഹേവുനാണ് എല്ലാം പറയണത്, ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നത് അല്ലെ ഹേവ്സേ? നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, വളരെ. അത് നമുക്ക് കറക്റ്റ് അളവിന് കിട്ടി. ഇതാണ് അടുത്ത സാധനം. പിന്നെ അടുത്ത ഇത് കുറച്ച് ടവൽസ് വാങ്ങി നമുക്ക് ഫേസ് ഒക്കെ ഒന്ന് തുടച്ചു കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ട്. ഇത് നല്ല സോഫ്റ്റ് ആണ്, സൂപ്പർ സോഫ്റ്റ് ആണ്. ഇതിന്റെ കുറച്ച് ഒരു സെറ്റ് കൂടി വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത് നമ്മള് എല്ലാം കൂടി ഒരുമിച്ച് ചെന്ന് പർച്ചേസ് ചെയ്തല്ല കേട്ടോ. ചില തിങ്സ് ഒക്കെ 2 സ്ഥലത്ത് ഓരോ തവണ ഷോപ്പിങ്ങിന് പോയി. അത് ഹേവിന് എന്തോ വാങ്ങാൻ പോയപ്പോ കേറിയില്ലേ, അങ്ങനെ കേറി. ഒരു 3 days പർച്ചേസിംഗിൽ കിട്ടിയതാണ് എല്ലാം കൂടി. ഇത് നമ്മൾ അതിന് മുമ്പേ ഇങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ നമ്മൾ പോകൂലേ, ആ സമയം നമ്മൾ എന്താണ് നല്ലത് കാണുന്നത് അപ്പൊ അങ്ങോട്ട് വാങ്ങും. ഓക്കെ ആണ് തോന്നി. പിന്നെ പോയി കിട്ടിയില്ലെങ്കിലോ ചില സാധനങ്ങൾ അങ്ങനെ വാങ്ങി മുമ്പേ വാങ്ങി. മാത്രമല്ല നമുക്ക് സമയമില്ലല്ലോ, ഓരോ കാര്യങ്ങൾക്ക് ബിസി. അപ്പൊ അതിന് പോകുമ്പോ കാണുമ്പോ നമ്മൾ അപ്പൊ വാങ്ങി വെക്കും. നല്ല സോഫ്റ്റ് ആയിട്ട്. വീണ്ടും ഒരു ഹോൾ പർച്ചേസിംഗ് എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ ഇല്ല, ഓൾമോസ്റ്റ് എല്ലാം കിട്ടിയതുണ്ട്. അതെ, ഷീറ്റ് പിന്നെയും ഷീറ്റ് വരുന്നുണ്ട്. ഇരുന്നോട്ടെ, യൂസ്ഫുൾ അല്ലേ? ഇരുന്നോട്ടെ. കാണുമ്പോ നമ്മള് മറന്നു പോകും. പിന്നെ രണ്ടാമത് പിന്നെ ഷോ പോകുമ്പോ നമ്മള് വാങ്ങിയെന്നുള്ള വിട്ടു. അപ്പൊ കാണുമ്പോ നല്ലത് കണ്ടാ വാങ്ങും. ലോവർ വാങ്ങിയ കാര്യം മറന്നു. ഇത് നല്ലൊരു ടർക്കിയാണ്. ഇതെന്തിനാന്ന് വെച്ചാല് കുഞ്ഞിനെ, അവർക്ക് എന്താ പറയാ, കുഞ്ഞിനെ വാങ്ങാൻ വേണ്ടിട്ട് അല്ലെ, നമ്മള് ഡെലിവറി കഴിഞ്ഞിട്ട് കുട്ടീനെ അപ്പൊ നമ്മൾ കൊടുക്കൂലേ സിസ്റ്റേഴ്സിന്റെ കയ്യില്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു വാ കൊണ്ട്. സോഫ്റ്റ് ആൻഡ് ക്വാളിറ്റി ഉണ്ടല്ലോ, നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിന്. സ്മോൾ ക്യാപ്പ് അല്ലേ ഇത്? അറിയില്ല നമുക്ക് എങ്ങനെയാണ് ഫിറ്റ് ആവേണ്ട കാര്യമൊന്നും. ഇത് അതിന് പറ്റിയ വീണ്ടും അഗെയിൻ ഗ്ലൗസ്, സോക്സ് ഒക്കെ തന്നെ. ഇത് ഞാൻ പറഞ്ഞില്ല, ഒരു സെറ്റ് കൂടി വാങ്ങിയിട്ടുണ്ട്. അതാണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു അതിനേക്കാളും സോഫ്റ്റ് ഇതാണെന്ന്. ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇത് രണ്ട് ഷോപ്പിൽ നിന്ന് വാങ്ങിയേ. ഇത് പിന്നെ വേറെ തിങ്സ് എടുക്കാൻ പോയപ്പോ കിട്ടിയതാണ്. പക്ഷെ നല്ല സോഫ്റ്റ് ഇത്. അപ്പൊ ഇതില് ഒരു 1, 2, 3 പീസ് വരുന്നുണ്ട്. നല്ലത്. ഇത് നമ്മള് വീണ്ടും അത് രണ്ടും കൂടെ ഒന്നിച്ച് വന്നാലേ ഒരു സെറ്റ് ആയിട്ട് വന്നതാണ്. അപ്പൊ ഇത് നല്ലൊരു ഇതാണ്. വളരെ കുഞ്ഞാണിത് അല്ലേ? വളരെ കുഞ്ഞെന്ന് പറഞ്ഞാൽ ഓവർ നമ്മുടെ 0 to 1 month അല്ലേ? 0 to 1 month. 0 to 3 month നല്ലത്. നല്ലത്
വേറെ അതിനേക്കാളും സോഫ്റ്റ് ആണ്. സോഫ്റ്റ് അല്ലേ? ഇതും വേറെ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. അപ്പൊ രണ്ടിന്റെയും വ്യത്യാസമുണ്ട് രണ്ടും. അതുപോലെ ഒന്നാണ് ഇത്. കണ്ടോ? ഇതൊക്കെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഐ തിങ്ക് ഇതൊക്കെ മതി എന്ന് തോന്നുന്നു അല്ലേ? ബാക്കി പിന്നെ നോക്കിയിട്ട് വാങ്ങാം. പിന്നെ നമ്മൾ വാങ്ങിയത് ഇതാണ്, പാമ്പേഴ്സിന്റെ സ്നഗ്ഗി വാങ്ങിയിട്ടുണ്ട്. ഇതില് 40 പാന്റ് വരുന്നുണ്ട്. സ്മോൾ സൈസ് ആണ് വാങ്ങിയത്. വേണ്ട, ഇത് ഓപ്പൺ ചെയ്യണ്ട, ഇത് ഹോസ്പിറ്റലിൽ നിന്ന് ഓപ്പൺ ചെയ്യുന്നുള്ളൂ. അടുത്ത് നമ്മൾ എന്താ ബേബിക്ക് വാങ്ങിയേ? അതാണ് നമ്മുടെ മെയിൻ സാധനം. കൊണ്ടൊരു ഞങ്ങൾ ഇതുകൂടി വാങ്ങിയ കൂട്ടത്തില്. അത് ബേബി ക്രൈ എന്താന്ന് അറിയോ? ബേബി ക്രൈ അല്ല, ഫസ്റ്റ് ക്രൈ അല്ലേ? ഇത് ഫസ്റ്റ് ക്രൈ വാങ്ങിയ. നോ നോ, ഇറ്റ്സ് നോട്ട് ഫോർ ഫസ്റ്റ് ക്രൈ. വേറെ ഷോപ്പ്. അത് ശരിയാണ്. ഫസ്റ്റ് ക്രൈ നമുക്ക് കിട്ടിയില്ല കേട്ടോ. ഇല്ല, അവിടെ ഇങ്ങനെ തിന്നായിട്ടുള്ളതാണ്ടായിരുന്നേ. ശരിയാ. അപ്പൊ നമ്മൾ അത് എടുത്തില്ല. തിന്നായിട്ടുള്ള പിന്നെ കിടക്കുന്നതും നേരിട്ട് ബെഡ് കിടക്കുന്നത് ഒരുപോലെ തന്നെയാണല്ലോ. അതുകൊണ്ട് ഇത് നമ്മള് വേറെ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാ കിഡ്സിന്റെ. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് മസ്ലിനാണ് ക്ലോത്ത്. നല്ല സോഫ്റ്റ് ക്ലോത്ത് ആണ്, പിന്നെ വാഷബിൾ ആണ്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയിട്ട് വാങ്ങിയതാണ്. ഓക്കെ, അത് നല്ലതാണ്. കുറച്ചുകൂടി നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിന്. സോ നല്ല തിക്ക സോഫ്റ്റ് ആണ്. ഇത് നമ്മളൊന്ന് ഇവിടെ പോയപ്പോഴും കണ്ടു, ഷോപ്പിംഗ് മാളിൽ അവിടെ ചെന്നപ്പോഴും കണ്ടു. പക്ഷെ അവിടെ അതിനേക്കാളും നല്ലതായിട്ട് എനിക്കിത് ഫീൽ ചെയ്തു. റീസെന്റ് കണ്ടത് അവിടെ ഉണ്ട്. പക്ഷെ അതും സെയിം തന്നെയാണ്. ഫസ്റ്റ് ക്രൈയിൽ കണ്ടത് തന്നെയാണ് നമ്മൾ അവിടെ കണ്ടത്. തിന്നാണ്, പക്ഷെ തിന്നാണ്. അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. വാഷബിൾ ആയതുകൊണ്ട് ഇതങ്ങനെ എടുത്തു. അപ്പൊ ഇതൊക്കെയാണ് നമ്മളിപ്പോ തൽക്കാലം ബേബിക്ക് വേണ്ട വാങ്ങിയ തിങ്സ്. ഇനി നമ്മളൊന്നും മിസ്സായിട്ടില്ല എന്ന് വിചാരിക്കണു അല്ലേ? ഇല്ല, മിസ്സായിട്ടില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഇനി നമുക്ക് കിട്ടാത്ത എന്താണെന്നറിയോ? അതില്ലല്ലോ. പിന്നെ വേറൊരു ഇതില്ലേ, ഫുൾ ആയിട്ട് വരുന്ന പാന്റും ഇത്രയുള്ള അത് കിട്ടിയില്ല. ആക്ച്വലി നമ്മൾ നോക്കിയൊക്കെ വലിയ വലിയ സൈസാണ് കിട്ടിയത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അല്ലേ? നമ്മൾ കുറച്ച് ദിവസം ഇതൊക്കെ പർച്ചേസ് ചെയ്തിട്ട് പക്ഷെ അന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ആക്ച്വലി വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ അതിനിടയ്ക്ക് നമുക്കൊന്ന് ഫീവർ ആയി, ഒന്ന് സൈഡായി പോയി, പനി വന്ന് കിടന്നു. അത് കാരണം അതുകൊണ്ട് പെൻഡ് തുടക്കം മുതൽ ഇങ്ങനെയാണ്. അൺഎക്സ്പെക്ടഡ് ഡിസീസ് നമ്മൾ ഇങ്ങനെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. അതാണ് പ്രശ്നം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ. ഇനിയിപ്പോ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനിയും ടൈം ഉണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്, നമ്മള് വാങ്ങും. ഒന്നും മിസ്സാവാൻ പ്രേക്ഷകർക്ക് എന്തെങ്കിലും തോന്നുകയാണ് ഇതിൽ ഈ സാധനം ഇല്ലല്ലോ എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. നമുക്കറിയില്ല. ഓക്കെ, അപ്പൊ പിന്നെ എന്താണ് എല്ലാവരും കാത്തിരിക്കുന്ന വിശേഷം? അച്ഛനും അമ്മയും എത്തിയെന്നുള്ളത് വിചാരിക്കണം. ഓക്കെ, കുഞ്ഞിനെ താന്നു പോയിട്ടാ നേരെ ഇരുന്ന് സ്ട്രൈറ്റ് ആയിട്ട്. പിന്നെ അപ്പൊ നമുക്കിനി അടുത്ത വ്ലോഗിൽ കാണാം അല്ലെ? വ്ലോഗ് ഉണ്ട് ഇനി കുറേം കൂടെ. അപ്പൊ ശരി, ബൈ. ബൈ.